കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ തലമുറയിൽ ദൈവഹിതം നിവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചു വരുന്ന ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പരയിലേക്ക് നിങ്ങളെ ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ പ്രവർത്തന മുഖാന്തരം അനേകരുടെ ആത്മീയ ജീവിതത്തിന് ഉന്നമനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വസ്തുതയാണ്. അനേകരുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ നിന്ന് പ്രാർത്ഥിപ്പാനും അനേകരുടെ ആത്മീയമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കുവാനും അത് അവരുടെ ആത്മീയ ജീവിതത്തിന് വളർച്ചയ്ക്ക് നിദാനമായി തീർന്നു എന്നുള്ളതും ഞങ്ങൾ മനസ്സിലാക്കുന്നു. തുടർന്നും ഈ പ്രവർത്തനം ദൈവഹിത പ്രകാരം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ കർത്താവിൽ ശരണപ്പെടുന്നു. കഴിഞ്ഞ നാളുകൾ ഈ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നും നമുക്ക് വേദ പഠനത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. പാസ്റ്റർ ജെയ്സ് ജോസഫ് തുടർന്ന് ദൈവവചനം ശുശ്രൂഷിക്കുന്നതാണ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ ഡോക്ട്രിനൽ സീരീസ്, അതായത് ഉപദേശ രൂപം എന്താണ് എന്ന് കുറച്ച് നാളായിട്ട് പറഞ്ഞു പോരുകയാണ്. വേദപുസ്തകത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും തൃത്വത്തെക്കുറിച്ചും അതുപോലെ രക്ഷയെക്കുറിച്ചും യേശുക്രിസ്തുവിനെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും സഭയെക്കുറിച്ചും കൃപാവരങ്ങളെക്കുറിച്ചും പാപത്തെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും എല്ലാം നമ്മൾ വളരെ ചുരുക്കമായിട്ട് പ്രതിപാദിച്ചിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സഭ എന്ന വിഷയത്തെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. സഭയുടെ ഡ്യൂട്ടിയെക്കുറിച്ച്, ഫംഗ്ഷനെക്കുറിച്ച്, എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. എന്നാൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഡോക്ടറിനൽ സീരീസിലെ അവസാനത്തെ 2 ക്ലാസ്സുകളാണ്. ഇത് വരാനുള്ള കാര്യങ്ങൾ, അതായത് ഫ്യൂച്ചർ തിങ്സ്, എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, ഭാവി കാലശാസ്ത്രം എന്ന് പറയും. അതായത് എന്താണ് ഭാവി കാലത്ത് നടക്കാൻ പോകുന്ന പ്രവചനം എന്നുള്ളതാണ് ഇനി വരുന്ന വാക്യത്തിലൂടെ നമ്മൾ കാണുന്നത്. നേരത്തെ ഒരിക്കൽ നമ്മളൊരു ക്ലാസ്സിൽ പേഴ്സണൽ എസ്കറ്റോളജി, അതായത് വ്യക്തിപരമായി നമുക്ക് ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നുള്ള വിഷയം സംസാരിച്ചിരുന്നു. വ്യക്തിപരമായി നമുക്ക് സംഭവിക്കാൻ ഉറപ്പുള്ളൊരു കാര്യം, നമ്മൾ മരിക്കും അല്ലെങ്കിൽ രൂപാന്തരപ്പെടും, ഈ ലോകത്തും നമ്മൾ മാറ്റപ്പെടും എന്നുള്ളതാണ്. അതിന് മാറ്റമൊന്നുമില്ല. അത് എല്ലാവർക്കും സംഭവിക്കേണ്ട ഒരു കാര്യമാണ് മരണം. അപ്പോൾ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഭാവി കാലം എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളത് വിശദമായിട്ട് കണ്ടു. കർത്താവിൻ്റെ അടുത്തേക്ക് നമ്മൾ ചെല്ലും എന്ന് നമ്മൾക്കറിയാം. ക്രിസ്തുവിൽ മരിക്കുന്ന ഏവരും ശിക്ഷാവിധിയിലകപ്പെടാതെ അവർ ദൈവത്തിൻ്റെ ന്യായവിധിയുടെ മുമ്പിൽ അവർ പാസ്സായി പോകും. കാരണം അവരുടെ പണിഷ്മെൻറ്റ് ഓൾറെഡി കഴിഞ്ഞതാണ്. അതുകൊണ്ട് അവർക്ക് ദൈവത്തിൻ്റെ ന്യായവിധിയുടെ മുൻപിൽ യാതൊരുവിധ പ്രതിസന്ധിയുമില്ല. കാരണം അത് കഴിഞ്ഞു പോയിരിക്കുന്നു. ന്യായവിധി ഇല്ല അവർക്ക്. കാരണം ന്യായമായി വിധിച്ചാൽ നമ്മൾ നരകത്തിൽ പോകേണ്ടതാണ്. എന്നാൽ ക്രിസ്തുവിലൂടെയുള്ള ആ ന്യായവിധി, അതായത് യേശുക്രിസ്തുവിനെ നമുക്ക് പകരം നിർത്തിക്കൊണ്ടുള്ള ആ വിധിയിൽ നമ്മൾ അതിനെ പാസ് ചെയ്ത് നിത്യതയിലേക്ക് പ്രവേശിക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വാഗ്ദത്തം. അപ്പോൾ നമ്മുടെ പാപങ്ങൾ കണക്ക് കൂട്ടപ്പെടുന്നില്ല. കാരണം ക്രിസ്തുവിൻ്റെ രക്തം എന്നേക്കുമായി നമ്മളെ കഴുകിയിരിക്കുന്നു എന്നുള്ളതിനാൽ നമ്മളോട് ദൈവം പൂർണ്ണമായും ക്ഷമിക്കുകയും നിത്യരാജ്യത്തിൽ അവകാശിയാക്കി മാറ്റുകയും ക്രിസ്തുവിൻ്റെ തേജസ്സുള്ളവരായി നമ്മൾ മാറുകയും ചെയ്യും എന്നുള്ളതാണ് പേഴ്സണൽ എസ്കറ്റോളജി. അന്ന് നമ്മൾ ഈ മരണം എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ഭാവികാലമുണ്ട്. നമുക്ക് മരണത്തിനപ്പുറത്തുള്ള ഭാവികാലം എന്ന് പറയുന്നതിന് 2 ഘടകങ്ങളുണ്ട്. ഒന്ന് പുനരുത്ഥാനത്തിന് മുൻപും മറ്റൊന്ന് നമ്മുടെ പുനരുത്ഥാനത്തിന് ശേഷവും. പുനരുത്ഥാനം കർത്താവിൻ്റെ 2ാം വരവിലാണ് സംഭവിക്കുന്നത് നമുക്കറിയാം. എന്നാൽ അതിനിടയിലുള്ള കാലം, ആ ഇൻ്റർമീഡിയറി സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ പുത്രനോടൊപ്പം സ്വർഗത്തിൽ നമ്മൾ വിശ്രമിക്കുകയും നമ്മുടെ ശരീരം ഈ മണ്ണിൽ അലിഞ്ഞ് പോവുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വർഗത്തിൽ കർത്താവിനോട് വിശ്രമിക്കുക, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കുക. പലരും ഇടയ്ക്കുള്ള അബ്രഹാമിൻ്റെ മടി എന്നൊക്കെ പറയാറുണ്ട്. അത് യേശുക്രിസ്തുവിൻ്റെ മരണത്തിന് മുൻപ് മാത്രമാണുള്ളത്. അതിന് ശേഷം വിട്ടുപിരിയുന്നവരെല്ലാം ക്രിസ്തുവിൻ്റെ കൂടെ എന്നാണ് പുതിയ നിയമം പഠിപ്പിക്കുന്നത്. നമ്മൾ ആത്മാവ്, നമ്മുടെ പ്രാണൻ കർത്താവിലേക്ക് പോവുകയും നമ്മുടെ ശരീരം ഈ മണ്ണിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ വളരെ ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ വിശ്രമിക്കുകയാണ്. വി ആർ റെസ്റ്റിംഗ് ഇൻ ഹിം. നമുക്ക് ആത്മീകമായ കാര്യങ്ങളെ മാത്രമേ ആ സമയത്ത് ചിന്തിക്കാൻ നമ്മുടെ ഉള്ളിൽ വരികയുള്ളൂ. നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതും ചെവി കൊണ്ട് കേൾക്കുന്നതും സെൻസ് കൊണ്ട് അനുഭവിക്കുന്നതുമായ ഒരു കാര്യങ്ങളിലേക്ക് നമുക്ക് എത്താൻ കഴിയുകയില്ല. കാരണം നമ്മുടെ ശരീരം മണ്ണിലാണ്. ഈ സെൻസറി ഓർഗൻസ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല. പക്ഷെ ആത്മാവിൽ നമ്മൾ ദൈവത്തെ അറിയുന്നു. ആത്മാവിൽ നമ്മൾ കർത്താവിൽ സന്തോഷിക്കുന്നു. അതാണ് ശരിക്കും മരണത്തിന് ശേഷം സംഭവിക്കുന്നത്. എന്നാൽ ആ സമയത്ത് നമ്മുടെ ഉള്ളിലൊരു ഞരക്കം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വരാനിരിക്കുന്ന തേജസ്സിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. ഒരു വലിയ തേജസ്സിലേക്ക് നമ്മൾ പോകും, തേജസ്സുള്ളൊരു ശരീരവുമായി ഞങ്ങൾ രൂപാന്തരപ്പെടുമെന്നുള്ള ആ ഒരു കാത്തിരിപ്പാണ് ഏറ്റവും പ്രധാനമായിട്ടും നമ്മുടെ ഉള്ളിൽ അപ്പോഴും ഉള്ളത്. ഈ ഞരക്കം നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ കാണാൻ പറ്റും. എത്രത്തോളം എന്ന് ചോദിച്ച് കരയുന്ന ആത്മാക്കളോട് കാണാം. ദേ നോ, ഒരു ബോഡിയിലെ റിസറക്ഷൻ അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്ന് അവർക്ക് അറിയാം. അപ്പോൾ ശരീരത്തിൻ്റെ പുനരുത്ഥാനം എന്ന് പറയുന്നതാണ് ഒരു എസ്കറ്റോളജിയുടെ 2ാം ഭാഗം.
നമ്മുടെ പേഴ്സണൽ ഭാവികാല ശാസ്ത്രം, അതിൻ്റെ രണ്ടാം ഭാഗം. അതായത് അങ്ങനെ ശരീരത്തിൻ്റെ തേജസ്കരണം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നിത്യം കർത്താവിൻ്റെ കൂടെ വാഴും എന്ന് വേദപുസ്തകം പറയുന്നു. ഇതിനെയാണ് നമ്മൾ വ്യക്തിപരമായ എസ്കറ്റോളജി അല്ലെങ്കിൽ ഭാവികാല ശാസ്ത്രം എന്ന് പറയുന്നത്. അത് നമ്മൾ ഒരു തരത്തിൽ വിശദമായിട്ട് കണ്ടതാണ്. അതുമാത്രമല്ല, രക്ഷാശാസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോഴും നമ്മൾ തേജസ്കരണം എന്ന വിഷയത്തെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ പറയുന്നത് ജനറൽ എസ്കറ്റോളജി, അതായത് ഈ ലോകത്തിന് സംഭവിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇതിനെയാണ് നമ്മൾ ജനറൽ എസ്കറ്റോളജി എന്ന് പറയുന്നത്. ജനറൽ എസ്കറ്റോളജി കർത്താവിൻ്റെ രണ്ടാം വരവിനെ സംബന്ധിക്കുന്നതാണ്. ഇനി ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ കാത്തിരിക്കുന്ന കർത്താവിൻ്റെ രണ്ടാം വരവാണ്. കർത്താവ് പേഴ്സണലായിട്ട് വരും, വ്യക്തിയായിട്ട് വരും. അതായത് ഒരു ഫോമല്ല, വേഷമല്ല, നമുക്കങ്ങനെ തോന്നുന്നതല്ല. ഹി വിൽ അപ്പിയർ അഗെയിൻ ഇൻ ദ ബോഡി. തേജസ്കരിക്കപ്പെട്ട ശരീരവുമായിട്ട് കർത്താവ് തിരിച്ച് പേഴ്സണായിട്ട് വരും, ഒരു വ്യക്തിയായിട്ട് തന്നെ വരും എന്ന് നമ്മൾ കാണുന്നു. അപ്പോൾ ഇത് ഈ സമയത്ത് അത് സഡൻ ആയിരിക്കും, പെട്ടെന്നായിരിക്കും, പേഴ്സണലായിരിക്കും. നമ്മൾ വ്യക്തിയായിട്ട് തന്നെ കർത്താവിനെ കാണും. വിസിബിൾ ആയിരിക്കും, ശാരീരികമായിരിക്കും. അത് ഒരു മായാപ്രപഞ്ചമൊന്നുമല്ല. അത് വ്യക്തമായും കർത്താവ് വ്യക്തിയായിട്ട് തന്നെ മടങ്ങി വരുമെന്നാണ് വേദപുസ്തകം നമ്മളോട് പറയുന്നത്. അപ്പോസ്തലപ്രവൃത്തികൾ 1:11 പറയുന്ന പോലെ നിങ്ങൾ എങ്ങനെ അവൻ മുകളിലോട്ട് പോകുന്നത് കണ്ടോ അതുപോലെ തന്നെ അവൻ വരും എന്ന് പറയുന്നു. അതുപോലെ 1 തെസ്സലോനിക്കർ 4:16 പറയുന്നത് കാഹളനാദം കേൾക്കുമ്പോൾ ഒരു വലിയ ആരവത്തോടുകൂടി ആ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറയുന്നു. ഓക്കെ, യാക്കോബ് പറയുന്നു കർത്താവിൻ്റെ വരവ് സമീപമായിരിക്കുന്നു. യോഹന്നാൻ പറയുന്നു അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെപ്പോലെ തന്നെ ഇരിക്കും എന്ന് യോഹന്നാൻ പറയുന്നു. ഇതെല്ലാം പെട്ടെന്ന് വരും. ഐ ആം കമ്മിങ് സൂൺ എന്നുള്ള യോഹന്നാൻ്റെ പ്രതികരണമാണ്. വെളിപ്പാട് പുസ്തകം നമ്മൾ കാണുന്നു കർത്താവെ വരണമേ, അവിടെ പറയുന്നു ഞാൻ വേഗം വരും എന്ന് പറയുന്നു. അപ്പോൾ വേഗം വരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 2000 വർഷമായി. അപ്പോൾ ഇതെന്താണ് ഈ വേഗം വരും എന്നുള്ളത്? ഇത്രയും നാളായിട്ട് ഇതൊന്നും വേഗമല്ലേ, ഇത്രയും ലേറ്റാകുന്ന എങ്ങനെയാണെന്ന് ഒത്തിരി പേർ ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ വരവ് ഇത്രയും താമസിക്കുന്നത്? എന്താണ് ഇതുവരെയും വരാത്തത്? പല ആൾക്കാരും പണ്ടൊക്കെ ഞെരങ്ങി കാത്തിരുന്ന് ഡേറ്റൊക്കെ ഫിക്സ് ചെയ്തിട്ട് അവസാനം ഒരു വിസിബിൾ ഡേറ്റിന് വേണ്ടി കാത്തിരുന്ന്, അല്ല ഇന്ന് ഒരു പ്രത്യേക ഫിക്സഡ് ഡേറ്റിന് വേണ്ടി കാത്തിരുന്നിട്ട് അങ്ങനെ നിരാശരായപ്പോൾ ഒത്തിരി ആൾക്കാരുണ്ട്. അത് ആ ഓവർ എക്സൈറ്റ്മെൻറ്റ് കാരണം ആണ് പല ആൾക്കാരും അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. കർത്താവിനെ കാണാനുള്ള കൊതി കാരണം അവർ ഓവർ ഇൻ്റർപ്രറ്റ് ചെയ്ത് ഇത്രയും ദിവസം വരും എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച് കാത്തിരുന്ന ആൾക്കാരുണ്ട്. അതിൽ നല്ല വിശ്വാസികൾക്കും അങ്ങനെയുള്ള അബദ്ധങ്ങൾ പലപ്പോഴും പറ്റിയിട്ടുണ്ട്. എന്നാൽ കൂടുതൽ ആൾക്കാർ ഈ വഞ്ചിക്കുന്നവരാണ് ഈ ഡേറ്റ് പറയുന്നത്. അവർ ഉപദേശപരമായി വഞ്ചിക്കുന്ന ആളുകൾക്ക് തോന്നുന്ന ഡേറ്റുകൾ അവരിങ്ങനെ അവതരിപ്പിക്കുക എന്നുള്ളതൊരു പതിവാണ്. അത് ഒരു കൾട്ടുകളുടെ ഒരു അടയാളവും കൂടിയാണ്. ഇത്രാം തീയതിയിൽ ഇത്രാം വർഷം കർത്താവ് വരും എന്ന് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത് മിക്കവാറും ഒരു കൾട്ട് ടീച്ചിങ് ഉള്ള ഒരു കൂട്ടമായിരിക്കും. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, പെട്ടെന്നാണ് കർത്താവ് വരുന്നത്. ഈ പെട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗം എന്ന് പറഞ്ഞ് വേഗം വരും എന്ന് പറയുന്നതും ഉടനെ വരുമെന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. പെട്ടെന്ന് വരുമെന്ന് പറയുന്നതും ഉടനെ വരുമെന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഉടനെ വരുമെന്ന് പറഞ്ഞാൽ ഇനി അധികം കാലതാമസമില്ല, എത്രയും പെട്ടെന്ന് തന്നെ എന്നാണ്. എന്നാൽ പെട്ടെന്ന് വരുമെന്ന് പറഞ്ഞാൽ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വളരെ സ്പീഡിൽ വരുമെന്നാണ്. അത് എപ്പോൾ വരുമെന്ന് പറയാൻ പറ്റില്ല. വരുമ്പോൾ വളരെ വേഗമായിരിക്കും അത് സംഭവിക്കുന്നതാണ്. അതിന് പെട്ടെന്ന് വരും അല്ലെങ്കിൽ വേഗത്തിൽ വരുമെന്ന് പറയുന്നത്. അത് രണ്ടർത്ഥത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. അതായത് കർത്താവിൻ്റെ വരവ് ഉടനെ സമീപമായിരിക്കുന്നു എന്ന് പറയും, അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ അതിനർത്ഥം എന്താണ്? അധികം കാലം കഴിയുന്നതിന് മുമ്പേ വരും. കർത്താവിൻ്റെ വരവ് സമീപമായിരിക്കുന്നു. പെട്ടെന്ന് വരും എന്നുള്ളത് പറയുന്നതിനകത്ത് വേറൊരർത്ഥം കൂടി ഉണ്ട്. അതായത് ഇത് പതുക്കെ നടക്കുന്നൊരു പ്രോസസ്സല്ല, ഓവർ എ പീരീഡ് ഓഫ് ടൈം നടക്കുന്ന പ്രോസസ്സല്ല. ഒരു അൺഎക്സ്പെക്റ്റഡ് മോമെൻറ്റിൽ, കണ്ണിമയ്ക്കുന്ന നേരത്തിൽ വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യത്തിൽ ഒരു സംഭവം മാത്രമല്ല അതിനകത്തുള്ളത്, ഒരു വ്യക്തിയായ ക്രിസ്തു നമ്മുടെ അടുത്തേക്ക് വരും എന്നുള്ളതാണ്. വെളിപ്പാട് ദിവസം 1:7 പറയുന്നു, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഇതാ വരുന്നു. ആ വരുന്ന വളരെ വേഗമാണ് വരുന്നത്. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അത് കാണും, ഏത് കണ്ണും അവനെ കാണുമെന്ന് വെളിപ്പാട് ദിവസം 1:7 പറയുന്നു. ഓക്കെ, അപ്പം ഇന്ന് ഒത്തിരി ലിബറൽ ചർച്ചകൾ വരുന്ന കർത്താവ് അങ്ങനെ വ്യക്തിപരമായിട്ട് വരികയൊന്നുമില്ല, അതൊരു സങ്കല്പമാണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇത് വളരെ വ്യക്തമാണ്. ഏത് കണ്ണും കാണുന്ന രീതിയിൽ വളരെ വ്യക്തമായി വ്യക്തിപരമായി കർത്താവ് മടങ്ങി വരും എന്നുള്ളതാണ്. അപ്പോൾ കർത്താവ് തന്നെ ഇറങ്ങി വരും. നമ്മൾ അവൻ്റെ കൂടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. അവൻ എങ്ങനെ സ്വർഗത്തിലേക്ക് കയറിപ്പോയോ അതേ രീതിയിൽ തന്നെ കർത്താവ് ഇറങ്ങി വരും. അപ്പോസ്തല പ്രവൃത്തികൾ 1:10 നമ്മൾ കണ്ട പോലെ. അപ്പോൾ ചില ആൾക്കാർ പറയുന്ന കർത്താവ് ഒന്ന് ഹൃദയത്തിൽ വസിക്കുന്നതാണ്. അങ്ങനെയല്ല, വ്യക്തിപരമായി ശാരീരികമായി നിങ്ങൾ എങ്ങനെ കർത്താവ് മുകളിലോട്ട് പോകുന്ന കണ്ടോ അതേ രീതിയിൽ തന്നെ കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വരും എന്ന് ആ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ പറയേണ്ടത് എന്താണ്? കർത്താവെ വേഗം വരണമേ. ഇത് ഓരോ വിശ്വാസിയുടെയും കാത്തിരിപ്പാണ്. പക്ഷേ ഈ ലോകത്തിലുള്ള ജീവിതം നമുക്കറിയാം, ഓരോ ദിവസം ചെല്ലുന്നവരും ബുദ്ധിമുട്ടായി വരികയാണ്. തിത്തോസിൻ്റെ ലേഖനം 2:12-13 വാക്യങ്ങൾ പറയുന്നത്, നമ്മൾ ആ വലിയ പ്രത്യാശയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു.
കർത്താവ് യേശുക്രിസ്തു തേജസ്സോടെ വരുന്നത് നോക്കി നമ്മൾ കാത്തിരിക്കുന്നു എന്ന് നമ്മൾ കാണുന്നു. അതുപോലെ 1 കൊരിന്ത്യർ 16:22 പറയുന്നൊരു വാക്ക് നമ്മൾ എപ്പോഴും ഉച്ചരിക്കുന്നൊരു വാക്കാണ് മാറാനാഥ, ഓ ലോർഡ് കം, കർത്താവെ വരണമേ എന്നാണ് അതിൻ്റെ അർത്ഥം. 1 കൊരിന്ത്യർ 16:22 മാറാനാഥ എന്നുള്ള വാക്ക് നമുക്ക് കാണാം. അപ്പോൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി ക്രിസ്ത്യാനികൾ കാത്തിരിക്കുന്നുണ്ടോ? ശരിക്കും അങ്ങനെ ഒരു കാത്തിരിപ്പ് നമ്മുടെ ഉള്ളിലുണ്ടോ? ഇന്ന് ഈ ലോകത്തിൻ്റെ നല്ല കാര്യങ്ങളെ നമ്മൾ എൻജോയ് ചെയ്യുമ്പോൾ ഈ കാത്തിരിപ്പ് മങ്ങുന്നുണ്ട്. അത് ലോകത്ത് നമ്മൾ എവിടെ നോക്കിയാലും ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് മങ്ങിപ്പോകുന്നത് നമുക്ക് കാണാം. ലോകത്തിൻ്റെ പ്ലഷർ എന്തുമാത്രം നമ്മൾ കൂടുതൽ എൻജോയ് ചെയ്യുന്നോ അത്രയും കർത്താവ് നമ്മുടെ മുമ്പിൽ മങ്ങിപ്പോവും. അവൻ്റെ വരവ് നമുക്കൊരു കാത്തിരിപ്പല്ലാതെ വരും. അപ്പോൾ നമുക്ക് ഒരു തീക്ഷ്ണമായ അഭിലാഷം കർത്താവ് മടങ്ങി വരണം എന്നുള്ള ആഗ്രഹം നമ്മളുള്ളിൽ നിന്ന് പോകാനുള്ള കാരണം ഈ ലോകത്തിൽ നമ്മൾ സന്തോഷവും ഈ ലോകത്തിൽ നമ്മൾ സുഖവും എൻജോയ് ചെയ്യുന്നതുകൊണ്ടാണ്. നമുക്ക് നാച്ചുറലായിട്ടുള്ള അനേകം സുഖങ്ങൾ കർത്താവ് ഇവിടെ വെച്ചിട്ടുണ്ട്, എൻജോയ്മെൻറ്റ്സ് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് നമ്മൾ അതിനകത്ത് രസിച്ച് അതൊരു ജീവിതത്തിൻ്റെ ലക്ഷ്യമാക്കി മാറ്റുമ്പോൾ കർത്താവിൻ്റെ വരവ് എന്നുള്ളത് അത് നമുക്ക് ദൂരെയുള്ള ഒരാഗ്രഹം പോലും അല്ലാതെ വരും. ഇന്ന് സഭയിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത് പ്രത്യാശ ഭംഗമാണ്. കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കാത്ത ഒരു കൂട്ടം, മണവാളൻ്റെ വരവിന് വേണ്ടി ഇമ്മിനൻ്റ് വരവ്, അതായത് ഏത് സമയത്തും പെട്ടെന്ന് വരാവുന്ന കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കാൻ പറ്റാത്ത ഒരു ജനം ഇന്ന് വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ വരവിനെ ഭയപ്പെടുന്ന, സ്വർഗത്തെക്കുറിച്ച് ഉറപ്പില്ലാത്ത, രക്ഷിക്കപ്പെട്ടു എന്ന് ബോധ്യമില്ലാത്ത ഒരു കൂട്ടം ജനം ഇന്ന് നമ്മുടെ ചുറ്റുമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇന്ന് സഭകളിൽ ചെന്ന് കഴിഞ്ഞാലും സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുള്ള ആളുകൾ വളരെ കുറവാണ്. കാരണം അവർക്ക് ധൈര്യമില്ല, പ്രത്യാശ, ദൈവം നമുക്ക് തന്ന വാഗ്ദത്തങ്ങളിന്മേൽ ഉറപ്പില്ല. അപ്പോൾ കാത്തിരിക്കുന്ന ഒരു ജനം ഇന്ന് ഒരു വശത്തോടെ നോക്കിയാൽ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ഒരു കാലത്ത് ക്രിസ്ത്യാനികളായിരുന്ന സമൂഹങ്ങൾ യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ, ആ സമൂഹങ്ങൾ ഇന്ന് ഒട്ടും കാത്തിരിക്കാത്തവരായി ലോകത്തിൽ മുഴുകി, ലോകത്തിൻ്റെ ആ ഹ്യൂമാനിറ്റിയുടെ എന്ന മനുഷ്യ സാഗരത്തിനകത്ത് മുങ്ങി, ആ സംസ്കാരത്തിനകത്ത് മുങ്ങിപ്പോയി അനേകം ആളുകൾ ഈ പ്രത്യാശ ഇല്ലാത്തവരായി ഇന്ന് ജീവിക്കുന്ന നമ്മുടെ ചുറ്റും കാണാം. ഇത് അന്ത്യകാലത്ത് നടക്കുന്നൊരു വലിയ വിശ്വാസത്യാഗമായിട്ടും കർത്താവിൻ്റെ വരവിൻ്റെ ഒരു മുന്നോടിയായിട്ടും നമുക്ക് മനസ്സിലാവും. ഒരു ദേശം മുഴുവൻ കർത്താവിനെ തള്ളിക്കളയുമ്പോൾ പുതിയ ദേശങ്ങളിൽ കർത്താവ്, അപ്പോൾ ഓരോ ജാതികളും കടന്ന് ഈ സുവിശേഷം അനേകം ആളുകളെ വിടുവിച്ചുകൊണ്ടിരിക്കുന്നു, അനേകം ആളുകൾ കർത്താവിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഓരോ കാലഘട്ടത്തിൽ നിന്ന് ഓരോ ദേശങ്ങളിൽ നിന്ന് കർത്താവ് അവന് വേണ്ടി മക്കളെ വേർതിരിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ശരിക്കും കർത്താവുമായൊരു വ്യക്തിപരമായ ബന്ധമുണ്ടെങ്കിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കാതിരിക്കുകയില്ല. അപ്പോൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ കാത്തിരുന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ലോകത്തെക്കുറിച്ച് അഗതികമായ ഒരാഗ്രഹമോ ഒരു നിർബന്ധമോ ഒന്നും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകയില്ല. ഓക്കെ, അപ്പോൾ ലോകത്തെ എങ്ങനെ ദൈവം കാണുന്നു എന്നുള്ള കണ്ണിലൂടെ നമ്മൾ കാണുമ്പോൾ കർത്താവ് എങ്ങനെയാണ് നശിച്ചു പോകുന്ന ലോകത്തെക്കുറിച്ച് കാണുന്നത്? ഈ മനുഷ്യൻ്റെ കാഴ്ചയും ദൈവത്തിൻ്റെ കാഴ്ചയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ശിഷ്യന്മാർ ഒരു ദിവസം കർത്താവിന് പറഞ്ഞു, യെരുശലേം ദേവാലയത്തിൻ്റെ പണി കാണിച്ചിട്ട് പറഞ്ഞു, ഈ കല്ല് എത്ര മനോഹരമായിട്ട് ഇത് പണിതിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്ന വാക്കുണ്ട്, നീ കാണുന്നതല്ല ഞാനിത് കാണുന്നത്, ഇതിൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിച്ചു പോകും. ഇപ്പോൾ നമ്മൾ ഈ ഭൂമിയെ വർണ്ണിക്കുമ്പോൾ എത്ര മനോഹരം എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ പറയാറുണ്ട് എത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു. പക്ഷേ കർത്താവിൻ്റെ മനസ്സ് പറയുന്നത് ഇതൊക്കെ നശിച്ചു പോകുന്ന ഭൂമിയാണ്. നമ്മൾ പ്രകൃതി ആ സൗന്ദര്യം ആസ്വദിക്കുന്നു, അവിടെ പോയിരുന്നു മഴ പെയ്യുന്നത് കാണുന്നു, അല്ലെങ്കിൽ ഹിൽ സ്റ്റേഷനിലൊക്കെ പോകുന്നു. ഇനി മനുഷ്യൻ നിർമ്മിച്ചു വെച്ച മാളുകൾ ഒക്കെ പോയി കാണുന്നു, അതൊക്കെ എൻജോയ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്ത് മനോഹരമായിരിക്കുന്നു, ദൈവം എന്തുമാത്രം മനോഹരമായിട്ടാണ് സൃഷ്ടിച്ചത്, ഒക്കെ ശരിയാണ്. പക്ഷേ ഇതെല്ലാം നശിച്ചു പോകുന്നുള്ള കണ്ണിലൂടെയാണ് ദൈവം കാണുന്നത്. കാരണം ടെമ്പറലാണ്, വളരെ താൽക്കാലികമാണ്. നമുക്ക് പ്രധാനം ഈ ആൾക്കാരാണ്, നമുക്ക് പ്രധാന സ്ഥലങ്ങളല്ല, നമുക്ക് പ്രധാന സൈറ്റ് സീയിങ് അല്ല. ആവശ്യത്തിനുണ്ട് ആയിക്കോട്ടെ, പക്ഷേ ദ മോർ ഇമ്പോർട്ടൻറ്റ് തിങ് നമ്മുടെ അടുത്തിരിക്കുന്ന സഹോദരനാണ്. കാരണം അവനാണ് നിത്യം ജീവിക്കേണ്ടത്, അവനാണ് എറ്റേണൽ വാല്യൂ ഉള്ളത്. നമ്മുടെ സോളിൻ്റെ വാല്യൂ ലോകത്തൊന്നിനുമില്ല. അപ്പോൾ നമ്മൾ കാണുന്ന കണ്ണിലൂടെ അല്ല ദൈവം നോക്കുന്നത്. ദൈവം നോക്കുന്ന കാഴ്ചയിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് ഈ വരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നത്. കാരണം അപ്പോൾ നമുക്കറിയാം ഈ ലോകത്തിൽ എന്ത് മനോഹരമായി കണ്ടാലും അത് പിന്നെ ഉണ്ടാവില്ല, അതെല്ലാം നശിച്ചു പോകും. എത്ര മനോഹരമായ ഭൂമിയാണ് ഉരുൾപൊട്ടി കഴിയുമ്പോൾ ഒരു മരുഭൂമി പോലെ ആയി പോകുന്നത്, അല്ലേ? നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ലോകത്തിൽ നോക്കിയ ഈവൻ ദൈവം സൃഷ്ടിച്ച ലോകം, അതായത് ആ ഭൂമി, ലോകമല്ല ഭൂമി, അവിടെയുള്ള മണ്ണ്, അവിടെയുള്ള ചെടികൾ, അവിടെയുള്ള പൂക്കൾ, ഇതെല്ലാം കണ്ട് നമ്മൾ സന്തോഷിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കണം ഇതെല്ലാം നശിച്ചു പോകും. ഇതിനപ്പുറത്ത് ദൈവത്തിൻ്റെ ഒരു മഹത്വമുള്ള രാജ്യം വരുമ്പോൾ ഒരു പുതിയ സൃഷ്ടി ഉണ്ടാകും, അതാണ് മനോഹരം. ഇപ്പോൾ നമ്മുടെ പ്രത്യാശ ഇങ്ങോട്ട് വരാതെ അങ്ങോട്ട് പോകുവാൻ, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരു കാത്തിരിപ്പുണ്ടാകുവാൻ, പുതിയ സൃഷ്ടിക്ക് വേണ്ടിയുള്ളൊരു ഞെരക്കമുണ്ടാകുവാൻ, നമ്മൾ ഈ ലോകത്ത് സ്റ്റക്കായി പോകാതെ, ലോകത്ത് നിന്നു പോകാതെ മുമ്പോട്ട്
പോകേണ്ടത് ആവശ്യമാണ്. അപ്പോൾ പ്രത്യാശ ഉള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഈ ഭൂമിയെക്കുറിച്ച് ഉള്ള ചിന്തകൾ വളരെ കുറവാണ്. അപ്പം നമ്മൾ ഒരു ചോദ്യം സാധാരണ ആൾക്കാർ ചോദിക്കുന്നതാണ്, കർത്താവ് ഉടനെ വരുമെന്ന് പറയുവാണെങ്കിൽ നമ്മൾ ലോങ് ടൈം പ്രോജക്റ്റുകളൊന്നും ചെയ്യേണ്ട കാര്യമില്ല, കാരണം നമ്മൾ ഉടനെ വരുമെന്നാണല്ലോ പറയുന്നത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ എന്തിനാണ് പഠിക്കാൻ പോകുന്നത്, ഗ്രാജുവേഷൻ നടക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ കർത്താവ് വന്നാൽ വെറുതെ ആയി പോകില്ലേ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ആദ്യമൊക്കെ അങ്ങനെ ചിന്തിക്കുമായിരുന്നു, എന്തിനാണ് ഒരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നത്, ജോലി കിട്ടുന്നതിന് മുമ്പ് കർത്താവ് വന്നാൽ പിന്നെ ഇത് വെറുതെ ആയി പോകത്തില്ലേ. അങ്ങനെയല്ല നമ്മൾ ഇതിനെക്കുറിച്ച് കാണേണ്ടത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം എപ്പോൾ വരുമെന്നോ കർത്താവ് എപ്പോൾ വരുമെന്നോ നമുക്ക് ഒരു സൂചന തന്നിട്ടില്ല. ഒരു സൂചന തന്നിട്ടില്ല എന്ന് മാത്രമല്ല, 2000 വർഷമായിട്ടും കർത്താവ് വന്നിട്ടില്ല എന്നുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു കാര്യം ഉറപ്പാണ്, ഏത് സമയത്തുമെന്ന് പറയുന്നത് സംഭവിക്കുന്നത് വരെയും നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ലോങ് ടൈം തന്നെയാണ്. ലോങ് ടൈം എന്ന് പറയുന്നത് നമ്മൾ അടുത്ത ആഴ്ച എങ്ങനെ ജീവിക്കും, അടുത്ത വർഷം എങ്ങനെ ജീവിക്കും, അങ്ങനത്തെ പ്ലാനിങ്ങിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. പഠിക്കാൻ പോകുന്നൊരു വിദ്യാർത്ഥി, അല്ലെങ്കിൽ റിസർച്ചിൽ ഏർപ്പെടുന്ന ഒരു സ്കോളർ 10 വർഷത്തേക്ക് ഇവിടെ റിസർച്ച് ചെയ്യുന്നു, ഇങ്ങനെയുള്ള പ്രോജക്റ്റുകളെ കുറിച്ച് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ പ്രോജക്റ്റുകൾ നമ്മൾ ചെയ്യുമ്പോഴും നമുക്കറിയാം, കർത്താവ് വരുമ്പോൾ വരാൻ കാത്തിരിക്കുന്നു. പ്രോജക്റ്റ് തീർക്കുന്നതിനേക്കാൾ എനിക്ക് ഇമ്പോർട്ടൻ്റ് കർത്താവ് വരുന്നതാണ്. പക്ഷേ കർത്താവ് വന്നില്ലെങ്കിൽ, അങ്ങനെയാണ്, കർത്താവ് അതിനുമുമ്പ് വന്നില്ലെങ്കിൽ നമ്മളിത് പൂർത്തിയാക്കും. അപ്പോൾ നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് എപ്പോഴും കർത്താവ് ഏത് സമയത്തും വരണം എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ കാത്തിരിക്കുന്നത് ജോലി ചെയ്തുകൊണ്ടാണ്, ചുമ്മാ ഇരുന്നുകൊണ്ടല്ല, ജോലി ചെയ്തുകൊണ്ടാണ് നമ്മളതിനു വേണ്ടി കാത്തിരിക്കുന്നത്. ഈ അടുത്തയിടെ ഉണ്ടായ ഒരു കൾട്ട് ഗ്രൂപ്പ്, നമ്മൾ എറണാകുളം ബേസ്ഡായിട്ട്, പൂക്കാട്ടുപടി ആ ഏരിയ ബേസ്ഡായിട്ട് ഒരു കൾട്ട് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവർ കൾട്ടാണെന്ന് തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല വഴി, യേശുക്രിസ്തുവിനെ കുറിച്ച് അവർ തെറ്റായിട്ട് ഉപദേശിക്കും നമുക്ക് മനസ്സിലാപ്പോൾ തന്നെ കൾട്ടാണ്. അവർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കർത്താവിൻ്റെ വരവ് ഉടനെ സംഭവിക്കും, മഹാപീഡനകാലം വരും. ഇപ്പോൾ മഹാപീഡനകാലം വരുമ്പോൾ ആർക്കും വിൽക്കാനും വാങ്ങാനൊന്നും പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഒരു സങ്കേതങ്ങൾ ഉണ്ടാക്കണം. അതിനുവേണ്ടി ഇടുക്കിയിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ അവർ പോയി സ്ഥലമൊക്കെ വാങ്ങിച്ചിട്ട് അവർ ആൾക്കാരെ അവിടെ പോയി, നമ്മൾ ഇവിടുന്ന് സ്ഥലം വിട്ട് അവിടെ പോവുക, എന്നിട്ട് അവിടെ പോയി ഫാം ചെയ്ത് ജീവിക്കുക. ഫാം, അതായത് അഗ്രികൾച്ചറൽ ഫാം ചെയ്ത് കൃഷി ചെയ്ത് ജീവിക്കുക. അവർക്ക് ആവശ്യമുള്ളതെല്ലാം കൃഷി ചെയ്തുണ്ടാക്കും. അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുക എന്നാണ് അവരുടെ ലക്ഷ്യം. ഇതൊരു കൾട്ട് സ്വഭാവമുള്ളൊരു ടീച്ചിങ്ങാണ്. കാരണം എത്ര നാളങ്ങനെ ജീവിക്കും, എപ്പോൾ കർത്താവ് വരുമെന്നുള്ളൊരു ഡേറ്റും പറഞ്ഞിട്ടില്ല. ഒരു ഡേറ്റും കർത്താവ് പറയാത്തത് കൊണ്ട് ഇതിൻ്റെ ഉദ്ദേശം, അപ്പോൾ അവരുടെ മനസ്സിലൊരു ഡേറ്റ് ഉണ്ട്, ആ ഡേറ്റിനുള്ളിൽ വരുമെന്ന് തീരുമാനിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ നമുക്ക് ലോങ് ടൈം ആയിട്ട് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റും. കാരണം നമുക്കിതിൻ്റെ ഡേറ്റ് അറിയില്ലെന്ന് മാത്രമല്ല, ഏത് സമയത്ത് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അതിലൂടെ നടത്താൻ കഴിവുള്ളൊരു ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പോൾ ഏത് പ്രതിസന്ധിയിൽ, ഏത് ലോകത്തിൻ്റെ നടുവിലും നമുക്ക് ഡേറ്റ് അറിയില്ലാത്തത് കൊണ്ട്, നമുക്ക് എത്ര നാൾ ഇതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വരുമെന്ന് അറിയാത്തത് കൊണ്ട്, നമുക്ക് എല്ലാ പ്രോജക്റ്റുകളും ചെയ്യുവാനുള്ള ഒരു അവസരം തന്നെ നമുക്കുണ്ട്. പക്ഷേ അതേ സമയത്ത് തന്നെ നമ്മുടെ ഏറ്റവും വലിയ ഞരക്കം, കർത്താവെ അതിനു മുകളിൽ നീ എപ്പോൾ വരുമെന്നുള്ള ഒരു ചോദ്യമാണ്. ഇപ്പോൾ കൾട്ട് ഗ്രൂപ്പുകളെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു വഴി കൂടെയാണ്, അവരേതെങ്കിലും ഒരു ഡേറ്റ് മുന്നിൽ കണ്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അത് കൾട്ടാണ്. യേശുക്രിസ്തുവിനെക്കുറിച്ച് തെറ്റായ ടീച്ചിങ്, ദൈവത്വത്തെ നിഷേധിക്കുന്ന ടീച്ചിങ്സ് ഉണ്ടെങ്കിൽ അത് കൾട്ടാണ്. വളരെ പെട്ടെന്ന് നമുക്കതിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കൾട്ട് ഗ്രൂപ്പുകൾ ഈ സമയത്ത് ഒത്തിരി, പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് ഒത്തിരി യൂട്യൂബിലും ഫേസ്ബുക്കിലുമൊക്കെ അങ്ങനെ പടർന്നു പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരു കാരണവശാലും സമയം അറിയാൻ സാധിക്കില്ല. ഏതെങ്കിലും ഒരു വ്യക്തി പറയാണ് കർത്താവ് വരാൻ സമയമായി, ഓക്കെ, ദാറ്റ്സ് ഫൈൻ, നമുക്കറിയാം കർത്താവ് വരാൻ സമയമായി, 2026 വരും, അല്ലെ 28 വരും എന്ന് പറയുമ്പോൾ മനസ്സിലാക്കി ഒരു മാർക്കിട്ടേക്ക് അയാൾ വ്യാജപ്രവാചകനാണ്, കള്ളനാണ്. നിങ്ങളുടെ ആരുടെയെങ്കിലും മനസ്സിലൊരു ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ തെറ്റായ ഡേറ്റാണ്. കാരണം ദൈവം ആർക്കും അത് വെളിപ്പെടുത്തി കൊടുക്കും. കാരണം ഈ ടൈമിനകത്തിരിക്കുന്ന ഒരാൾക്ക് പോലും എറ്റേണിറ്റിയെ സംബന്ധിക്കുന്ന ഒരു കാര്യവും മനസ്സിലാവില്ല. കർത്താവ് അത് പറഞ്ഞാൽ പോലും നമുക്ക് മനസ്സിലാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സമയത്തിനകത്ത് പരിമിതി തരും. കർത്താവ് അപരിമിതമായ ജ്ഞാനമുള്ള ആളുമാണ്. അതുകൊണ്ട് തന്നെ അനന്തതയിൽ നിന്നുകൊണ്ട് നോക്കുന്ന ദൈവം, ടൈമിന് വെളിയിൽ നിന്നുകൊണ്ട് നോക്കുന്ന ദൈവത്തിനല്ലാതെ ഇതിനകത്ത് ടൈം ലൈനിൽ ഇരിക്കുന്ന സമയത്ത് പുത്രന് പോലും അത് വെളിപ്പെടുത്തി തരാൻ പറ്റാത്ത ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. കാരണം ഹി വാസ് ലിമിറ്റഡ് ടു ദ ബോഡി ഓഫ് എ മാൻ. ഞാൻ വിചാരിക്കായിരുന്നു, ഐൻസ്റ്റീൻ വന്ന് ആപേക്ഷികതാ സിദ്ധാന്തം പഠിപ്പിക്കുമ്പോൾ നമുക്ക് അന്ന് പഠിപ്പിച്ച ആർക്കും ഒന്നും മനസ്സിലാവില്ല. കാരണം അദ്ദേഹം പറഞ്ഞത്, ഈ ഗ്രാവിറ്റിയെക്കുറിച്ച് പറഞ്ഞൊരു കാര്യം ഞാനിപ്പോൾ നിങ്ങളോട് പറയാം. അത് നമുക്ക് വലിയ പ്രയാസമാണ് നമുക്ക് മനസ്സുകൊണ്ട് സങ്കല്പിക്കാൻ. പലപ്പോഴും നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത്, ഈ ഭൂമി സൂര്യനിലോട്ട് ചെന്ന് ചാടാത്തത്, അല്ലെ ഭൂമി സൂര്യന് ചുറ്റും ഭൂമി സൂര്യനിൽ നിന്ന് ഇങ്ങനെ അകന്നു പോകാതെ ഇങ്ങനെ നിൽക്കുന്നത്, ഒരു ഓർബിറ്റിൽ നിൽക്കുന്നത്, സൂര്യൻ്റെ ഗുരുത്വാകർഷണ ബലവും
ഭൂമി കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫോഴ്സും കാരണമെന്നാണ്. ഈ ഗ്രാവിറ്റി എന്ന് പറയുന്ന ആശയത്തെ തന്നെ ഐൻസ്റ്റീൻ ഭേദിച്ചു കളഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഗ്രാവിറ്റേഷണൽ വേവ്സ് എന്നാണ്. ഒരു തരംഗം, ഒരു വെള്ളത്തിൽ ഒരു കല്ല് വീഴുമ്പോൾ ചുറ്റും തരംഗങ്ങൾ ഉണ്ടാകുന്ന പോലെ ഈ സ്പേസിൽ സൺ എന്ന് പറയുന്ന വലിയൊരു മാസം ഒന്ന് വീഴുമ്പോൾ അതിന് ചുറ്റും ഇങ്ങനെ തരംഗങ്ങൾ ഉണ്ടാകുന്ന ആ തരംഗമാണ് ഒരു ഓർബിറ്റ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അദ്ദേഹം ഇവിടെ ഇരുന്നുകൊണ്ട് പരീക്ഷണങ്ങളിലൂടെ തെളിയിച്ച് കാണിക്കുകയും ചെയ്തു. അപ്പോൾ അത്ര നമുക്കത് സങ്കല്പിക്കാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ നീളം, ഉയരം, വീതി എന്ന് നീളം, വീതി, ആഴം, ഇത് മൂന്നും നമുക്ക് മനസ്സിലാവും. ലെങ്ത്, ബ്രെത്ത് ആൻഡ് തിക്നെസ്, 3 ഡയമെൻഷൻ നമുക്കറിയാം. 4മതൊരു കാര്യം നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്തൊരു ചെറിയ പ്രപഞ്ചം, നമുക്ക് വളരെ പരിമിതിയുള്ളൊരു ചെറിയ പ്രപഞ്ചത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ചെറിയൊരു സ്പേസിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രപഞ്ചത്തിലല്ല, ചെറിയൊരു സ്പേസിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ സ്പേസിൽ ഇരുന്നുകൊണ്ട് ടൈം എപ്പോൾ തീരുമെന്നോ എങ്ങനെ തീരുമെന്നൊന്നും മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കില്ല. പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് അനന്തനും നിത്യനുമായ ദൈവത്തിനല്ലാതെ, അന്ത്യമില്ലാത്തവനും ആദിയില്ലാത്തവനുമായ ദൈവത്തിനല്ലാതെ, നിത്യനുമായ ദൈവത്തിനല്ലാതെ ആർക്കും എപ്പോൾ ഈ ലോകം അവസാനിക്കുമെന്ന് പറയാനോ പ്രെഡിക്റ്റ് ചെയ്യാനോ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരാൾ ഇന്ന ദിവസം ഇത് അവസാനിക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ കാൽക്കുലേഷൻ വെച്ചൊക്കെ പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഒരു കാര്യം മനസ്സിലാക്കിയോ, ഹി ഈസ് നോട്ട് ഫ്രം ഗോഡ്, ഈസ് നോട്ട് എ പ്രോഫിറ്റ് ഫ്രം ഗോഡ്. അതിനൊരു സംശയമില്ല. കാരണം കർത്താവ് അങ്ങനെ അത് വെളിപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. പതുക്കെ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആൾ യേശുക്രിസ്തുവിനെ പോലെ ഇമ്പോർട്ടൻ്റ് ആവും. അങ്ങനെ ഓരോ കോൺഗ്രിഗേഷനിലും ആ ആളാണ് ഏറ്റവും സെൻറ്ററിൽ വരുന്നത്. കാരണം അയാൾ പറയുന്നതിനപ്പുറത്ത് വേറൊരു ഉപദേശമില്ലാത്ത ഒരവസ്ഥയിലേക്ക്, ഒരു സ്ലേവറി, ഒരു അടിമത്തത്തിലേക്ക് ആ ചുറ്റും അതിന് കീഴിലുള്ള ജനങ്ങൾ പോകും. അപ്പോൾ ഇങ്ങനെയുള്ള ഫോൾസ് ടീച്ചേഴ്സ് അനേകം അന്ത്യകാലത്ത് വരും. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, കർത്താവ് ഇവിടെ അവിടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ ഇഷ്ടം പോലെ വരും. ഏറ്റവും കൂടുതൽ ദുരുപദേശം ഉണ്ടായിട്ടുള്ള യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചാണെങ്കിൽ അന്ത്യകാലത്ത് ഏറ്റവും കൂടുതൽ ദുരുപദേശം ഉണ്ടാകാൻ പോകുന്നത് ഈ ടൈമിൻ്റെ പ്രഡിക്ഷൻ വെച്ചുകൊണ്ടായിരിക്കും. അതായത് ഇവിടെ വരുന്നു, അവിടെ വരുന്നു, ഇപ്പോൾ വരും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അതുകൊണ്ട് യു ഡു നോട്ട് നോ വെൻ ദ ടൈം വിൽ കം. മർക്കോസിൻ്റെ സുവിശേഷം 13:32 പറയുന്നു, ഇതെപ്പോഴെന്ന് നിങ്ങൾ അറിയുന്നില്ല. മത്തായിയുടെ സുവിശേഷം 24:44 പറയുന്നു, നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സമയത്തെന്നാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് തിന്നും കുടിച്ച് ഇങ്ങനെ സ്വസ്ഥമായിട്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും. പറയാൻ പറ്റത്തില്ല, ഇത് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുമെന്നാണ് മത്തായിയുടെ സുവിശേഷം 24 പറയുന്നു. അതുപോലെ 25:13 പറയുന്നു, ഫോർ യു നോ നെയ്തർ ദ ഡേ നോർ ദ അവർ. നിങ്ങൾക്ക് അതിൻ്റെ ദിവസമോ മണിക്കൂറോ അറിയാൻ പറ്റുകയില്ല. അപ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട്, ഇയർ അറിയാം, ദിവസവും മണിക്കൂറും അറിയത്തില്ലാത്തതുള്ളൂ. ശരിക്കും കർത്താവ് പറയുന്നത് ലിറ്ററലി അങ്ങനെ എടുത്താൽ പോലും അവിടെ പറയുന്നത് ഏത് കാലത്തെന്ന്. അത് അടുത്ത വാക്യം മർക്കോസിൻ്റെ 13:32 പറയുന്നത് ടൈമും മണിക്കൂറും മാത്രമല്ല, ഏത് സമയത്ത് ഇത് വരുമെന്ന് നിങ്ങൾ അറിയുന്നില്ല എന്നാണ്. അതായത് ഈ ടൈം എപ്പോൾ വരും, അതായത് വരുന്ന മണിക്കൂറോ ദിവസം എപ്പോൾ വരുമെന്ന് പോലും അറിയുന്നില്ല എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് വരും എന്നുള്ള വാക്കാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ വാക്ക് പ്രതീക്ഷിക്കാത്ത സമയത്ത് എന്നുള്ളത് നമ്മൾ ഓറ എന്നുള്ള ഗ്രീക്ക് വാക്കിൽ നിന്നാണ് അവർ എന്നുള്ള വാക്കുണ്ടായിരിക്കുന്നത്. ആ അവർ എന്നുള്ളത് ഒരു 60 മിനിറ്റ് മണിക്കൂറിനെ കുറിച്ചല്ല പറയുന്നത്, അവിടെ ഉദ്ദേശിക്കുന്നത് ആ ടൈം, ആ സമയം നമുക്ക് അറിയില്ല എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു മനുഷ്യൻ തെറ്റായ രീതിയിൽ ഇത് പറയുകയാണെങ്കിൽ, അതായത് ഇന്ന ദിവസം വരും. യഹോവ സാക്ഷികളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. യഹോവ സാക്ഷികൾ പല പ്രാവശ്യം ഇങ്ങനത്തെ പ്രഡിക്ഷൻസ് ചെയ്തിരുന്നു. ആദ്യം അവർ പറഞ്ഞു 1914 യേശുക്രിസ്തു വരുമെന്നാണ്. വന്നില്ല, നമുക്കറിയാലോ, ഓഫ് കോഴ്സ് വന്നില്ല. അതിനുശേഷം ജനിച്ചവരായിരിക്കും ഇത് കേൾക്കുന്ന എല്ലാവരും. പിന്നെ അവർ പറഞ്ഞു 14-ാം തീയതി ആയപ്പോൾ അങ്ങനെ സംഭവിച്ചില്ല, സ്വർഗത്തിൽ ദൈവം രാജ്യത്ത് ഏറ്റെടുത്തേ ഉള്ളൂ, ഇനി ഒരു 14 വർഷം കഴിയുമ്പോൾ വരും, 1928 മറ്റോ വരും എന്നത് അവർ പ്രവചിച്ചു. അതെല്ലാം തെറ്റിപ്പോയി. ഇങ്ങനെ പേഴ്സണൽ റെവലേഷൻ യേശുക്രിസ്തുവിൽ നിന്ന് കിട്ടിയെന്നും പറഞ്ഞ് വേദപുസ്തകത്തിൽ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്ന അനേകം ആളുകൾ ഈ ചരിത്രകാലത്തെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഈ പറയുന്ന ആൾക്കാർ തന്നെ ജീവിക്കുമ്പോൾ അവർ നോർമലായിട്ട് ജീവിക്കുകയും മനുഷ്യരെ വഞ്ചിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ഇന്ന് പ്രത്യേകമായിട്ട് ഓർക്കേണ്ടത്, യേശുക്രിസ്തുവിൻ്റെ വരവിനെ പ്രഡിക്റ്റ് ചെയ്യുന്ന യാതൊരു ഡേറ്റോ വർഷമോ പ്രഡിക്റ്റ് ചെയ്യുന്ന ഒരു ഉപദേശത്തിലും നിങ്ങൾ വഴങ്ങിപ്പോകരുത്. ഇനി ഈവൻ ഒരാൾ പറയാണ് 5 വർഷത്തിനുള്ളിൽ വരും, അതൊരു പ്രതീക്ഷയായിട്ട് നമുക്ക് വേണേൽ പറയാം. ഇപ്പം ഞാൻ പറയാം, കർത്താവേ ഈ വർഷം കർത്താവ് വരുമെന്ന് എൻ്റെ ഒരു പ്രതീക്ഷ. ഓക്കെ, പ്രതീക്ഷ ഈസ് ഓക്കെ. പക്ഷെ ഇതൊരു ഉപദേശമാക്കി മാറ്റിയിട്ട് ഇത്ര വർഷത്തിനുള്ളിൽ വരും,
കഴിഞ്ഞ ദിവസം പറഞ്ഞ് 2028 പറഞ്ഞ ആൾ അത് അന്നേരം നടക്കില്ല എന്ന് കണ്ടപ്പോൾ 2032 മാറ്റിയിട്ടുണ്ടെന്ന് ഒരാൾ പറയുന്നത് കേട്ടോ. ശരിയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് ഇങ്ങനെ നീണ്ടു പൊക്കോളും. കാരണം ഈ മനുഷ്യൻ്റെ മണ്ടത്തരങ്ങളാണ് ഇങ്ങനെയുള്ള ഉപദേശങ്ങളിലേക്കൊക്കെ എത്തിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി അങ്ങനെ ദുരുപദേശം പറയുന്നതായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾ വെറുതെ ആ ബോഷ്ക്ക് വിശ്വസിക്കരുത്. ബൈബിൾ ഒരിക്കലും ആ സമയം വെളിപ്പെടുത്തുകയില്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുമ്പോൾ ഒരാൾ തിരികലിൽ പിടിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ, 2 പേർ തിരികലിൽ പിടിച്ചുകൊണ്ടിരിക്കും, ഒരാൾ എടുക്കപ്പെടും. അവർ പ്രതീക്ഷിക്കാത്തൊരു സമയത്താണ് അത് സംഭവിക്കുന്നത്. എന്നാൽ നമുക്കിതിൻ്റെ അടയാളങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ എങ്കിൽ പോലും ആ ടൈം പ്രഡിക്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. ഓക്കെ, അപ്പോൾ അത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ തീക്ഷ്ണമായി കാത്തിരിക്കുമ്പോഴും വഞ്ചനകളിൽ അകപ്പെടാതിരിക്കാൻ നാം വളരെ ശ്രദ്ധിക്കണം. ഒരിക്കലും സമയം പ്രഡിക്റ്റ് ചെയ്യുന്ന ഒരാളുടെ അടുത്തേക്ക് നിങ്ങൾ ഉപദേശത്തിനായി പോകരുത്. അത് വഞ്ചനയാണ്, അത് ദൈവത്തിൻ്റെ വചനത്തിനെതിരാണ്. കർത്താവിൻ്റെ വരവിന് വേണ്ടി നല്ല പ്രത്യാശയോടെ കാത്തിരിക്കുവാൻ ദൈവം നിങ്ങളെല്ലാവരും സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ കരുണ ഞങ്ങളെ തേടി വന്ന് ഞങ്ങളെ രക്ഷിച്ചു. കർത്താവിന് മടങ്ങി വരുമെന്നുള്ള വാഗ്ദത്തം എത്രയോ മനോഹരമാണ്. ഞങ്ങൾ അങ്ങയുടെ വരവിനായി തേജസ്സോടെ വരുന്നതിനായിട്ട് കാത്തിരിക്കുന്നു. ഈ ഭൂമിയിൽ കർത്താവ് ഞങ്ങൾക്ക് വെച്ചിരിക്കുന്ന എല്ലാം കർത്താവ് സന്തോഷത്തോടെ അനുഭവിച്ച് കർത്താവ് അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുവാനുള്ള ഞരക്കം ഞങ്ങളുടെ ഹൃദയത്തിൽ തരണമേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ.